ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്, പക്ഷേ പോസിബിൾ ആണ്. എന്നാൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ ഇന്റർനാഷണൽ ആക്കുക എന്ന് പറയുമ്പോൾ ആ നാട്, അവിടുത്തെ രീതി, വിസ, ഗവൺമെന്റ്, സാഹചര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. യനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി അവർ MBBS കോഴ്സ് കിർഗിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും നെറ്റ് ചൊളിച്ച് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ? അതെങ്ങനെയാണ് ഒരു ഇന്ത്യൻ ക്യാമ്പസിനെ നിങ്ങൾ ഇന്റർനാഷണൽ ക്യാമ്പസ് ആക്കി മാറ്റുന്നത്? എങ്ങനെ നിങ്ങൾ ടീച്ചേഴ്സിനെ എത്തിക്കും? എങ്ങനെ നിങ്ങളെ മെസ്സ് നടത്തും? ഒരുപാട് ചോദ്യങ്ങൾ. ഇതിനെല്ലാം ഉത്തരം തരാൻ കഴിയുന്ന, ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് കൂടെയുള്ളത്. ഹാഷിറാണ്. ഹാഷിർ, വെൽക്കം. താങ്ക് യു. ഹാഷിർ, ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഓക്കെ, യനപ്പോയ അവിടെ ചെന്ന് കിർഗിസ്ഥാനിലിരിക്കുകയാണ്. എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അതെന്നാണ് ഞാൻ ചോദിക്കുക. എളുപ്പമെന്ന് ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കറിയാം അത് ബുദ്ധിമുട്ടാണ്. യെസ്, നല്ല ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ളൊരു മെഡിക്കൽ കോളേജ് വിദേശത്ത് പോയി ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഫാക്കൽറ്റി ഓഫ് മെഡിസിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാം, അതായത് ഇന്ത്യൻ ഫാക്കൽറ്റീസിനെ കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുക, അത് എത്രത്തോളം നമുക്ക് തിയറിറ്റിക്കലി ഒരു പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിങ്ങനെ ചെയ്യാം, ഫാക്കൽറ്റീസിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, പഠിപ്പിക്കാം, ഇന്ത്യൻ ഫുഡ്സ് കൊടുക്കാം, ഇന്ത്യൻ ഹോസ്റ്റൽ റൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിയറിറ്റിക്കലി ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. രണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അപ്രൂവൽസിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, മിനിസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് നാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ എനപ്പോയ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഡിസിഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റാണ്. ബട്ട് അവിടെ ചെന്ന് കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതൊരു എന്ത് നമുക്ക് പെർമിഷൻ വേണമെന്നുണ്ടെങ്കിലും അത് ഹെൽത്ത് മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നിന്ന് വരുന്ന, അപ്പോൾ ആ ഒരു അപ്രൂവൽസിൻ്റെയും പിന്നെ നമുക്ക് നല്ല രീതിയിൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന മിനിസ്ട്രി ആയതുകൊണ്ട് തന്നെ അപ്രൂവൽസൊക്കെ ഫാസ്റ്റ് ആയിരുന്നു. വീണ്ടും എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം മിനിസ്ട്രി ലെവലിൽ നമ്മൾ അവരോട് സംസാരിച്ചു, ബിസിനസ്സാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അവർ സമ്മതിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മളിത് തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത് നമ്മൾ ഇവിടുത്തെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ പിള്ളേർ കഷ്ടപ്പെടുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഫുഡ് കിട്ടില്ല, ശ്രദ്ധ കിട്ടില്ല, താമസിക്കാൻ സ്ഥലം കിട്ടില്ല, ഹോസ്റ്റൽ ഭയങ്കര ദൂരെയായിരിക്കും, പല സ്ഥലത്തും ഹോസ്റ്റലില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തത്? ഞങ്ങൾ ആക്ച്വലി ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തന്നെ എന്നെപ്പോയി ഞങ്ങൾ ഒത്തിരി ഈ ഇൻ്റർനാഷണൽ കോർഡിനേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ രാജ്യത്തേക്കും വിട്ടിരുന്നു. റൈറ്റ് നൗ, അതായത് നിലവിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പോയി കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ അവിടെ പോയി കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യേണ്ടതെന്നായിരുന്നു നമ്മുടെ വൈസ് ചാൻസലറുടെ ഒരു വിഷൻ. അപ്പോൾ ആ ഒരു വിഷൻ അനുസരിച്ച് നമ്മൾ 2-3 ഇയേഴ്സ് ഇതിന് പുറത്തായിരുന്നു, റിസർച്ച് ആൻഡ് സർവേ കണ്ടക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിന് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ ഒരുപാട് സ്ഥലത്തേക്ക് MBBS പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ജോർജിയ ആട്ടെ, റഷ്യ ആട്ടെ, അപ്പോൾ ആ സമയത്ത് യുക്രൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കുട്ടികളോട് നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, അപ്പോൾ കുറേ കുട്ടികൾ അക്കാഡമിക്സിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു. കുട്ടികളോട് ക്ലാസ്സസ് മര്യാദയ്ക്ക് നടക്കുന്നില്ല. അപ്പോൾ ക്ലാസ്സസ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്, ഇന്ത്യൻ അക്കാഡമിക്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന എന്താണോ അത് തന്നെ നിങ്ങൾക്ക് അവിടെയും കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യം പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള അക്കാഡമിക്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ പോകുന്ന ഭൂരിഭാഗം കുട്ടികൾ പഠിച്ചിറങ്ങി തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനല്ലേ താല്പര്യപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് FMGE ആണ്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ വരാൻ പഠിക്കുന്ന നെക്സ്റ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഇതിന് വരുന്ന ചോദ്യങ്ങൾ അതല്ലെങ്കിൽ ഇതിന് വരുന്ന അക്കാഡമിക്സ് അല്ലെങ്കിൽ സിലബി ഇന്ത്യൻ മെഡിക്കൽ സിലബിയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് കംപ്ലീറ്റ്ലി ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു അക്കാഡമിക്സ് ആണ്. അത് ഒരു ഇന്ത്യൻ ഫാക്കൽറ്റിയാണ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു ഫീലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ വൈസ് ചാൻസലർ പറഞ്ഞ രീതിയിൽ ആ ഒരു വിഷൻ അനുസരിച്ച് നമ്മൾ പല രാജ്യത്തും പോയി കുട്ടികളോട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഞാൻ കൺവിൻസ്ഡ് ആണ്, എനിക്കിത് കേൾക്കുമ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ ഒറ്റയടിക്ക് അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. 2 മെഡിസിനാണ്, MBBS നമ്മൾ വിടുന്നത്. ചിലവുള്ളൊരു കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വഴി തിരിയുമല്ല. MBBS എന്ന് വെച്ചാൽ യു ഗോയിങ് ടു ബി എ ഡോക്ടർ. അപ്പോൾ അത് നാട്ടിൽ പേരൻസിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് ഒരാൾ വന്ന് പറയുമ്പോൾ ഞാനൊരു 200 സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുക. അപ്പം ഒരു ഇന്റർനാഷണൽ കിർഗിസ്ഥാനിൽ ചെന്നിട്ട് ഇന്ത്യ പോലെ പഠിക്കുക എന്ന് പറയുമ്പോൾ പലരും ശരിയാണോ എന്ന് ചോദിച്ചോ?
ചോദിച്ചു ഒത്തിരി ഉള്ളു. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആദ്യം ഡിസൈൻ ചെയ്തതിന് ശേഷം ഞങ്ങളിത് കുട്ടികളിലേക്കും പാരൻസിലേക്കും പറയുമ്പോൾ ഇതൊക്കെ നടപടിയാവോ, ഇതൊക്കെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് മാത്രമായിരിക്കുമല്ലോ, ഇന്ത്യയിൽ നിന്ന് ഒരു ഫാക്കൽറ്റി പോയി അവിടെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ സാർ ഇത് ആരെങ്കിലും വരുമോ, ഇവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ ആളില്ല എന്നൊക്കെയാണ് ഞങ്ങൾ തോന്നുന്ന ഒരു ശരിക്കും ഞങ്ങൾക്കതൊരു ചിലപ്പോൾ പരിഹാസമഹൽ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷെ അവരുടെ കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് അത്രയും പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തുകൊണ്ടും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ എന്താണ് പ്ലാൻ ചെയ്ത് അത് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഹാപ്പിയാണ്. കുട്ടികളാണെങ്കിലും ഞങ്ങൾക്ക് ചില കുട്ടികളുടെ പാരൻസ് വിളിച്ചു പറയാം, സാർ അവർ മംഗലാപുരത്ത് പഠിക്കുന്ന പോലെയാണ്. ഐ മീൻ അത്രയും എളുപ്പത്തിൽ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല. നമ്മളിപ്പോൾ വീണ്ടും വിദേശത്ത് ഞാൻ പോകുന്ന കാരണം നമ്മൾ ഈ പ്രോബ്ലംസിനാണല്ലോ സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ നമ്മൾ കണ്ട പാരൻസിനോട് നമ്മൾ സ്ഥലത്തും ചോദിച്ചപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ക്ലാസ്സസ് നടക്കുന്നില്ല പല സ്ഥലങ്ങളിലും. ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ആ സാറ് അയ്യോ നമ്മുടെ ഈ കണക്ക് മാഷിനെ പോലെ പുള്ളിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർക്ക് കണക്കിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് പോകുമല്ലോ, അതുപോലെ ഈ പുള്ളിയോട് ഇനി ചോദിക്കണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരെയാണ് കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ ഇടയിൽ ഫാക്കൽറ്റീസിന്റെ ഇടയിൽ. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് ഇന്ററാക്ഷൻ നടക്കുന്നു അത്ര കണ്ട് ഇവരുടെ മെഡിക്കൽ സ്റ്റഡീസ് നന്നായിട്ട് പോകും. ഇതിനുശേഷം പേരൻസിനെ കണ്ട് പറഞ്ഞപ്പോൾ അവർ സന്തോഷമായെന്നാണല്ലോ, പിള്ളേരും ഹാപ്പി ആയിട്ടാണ് എന്നാണല്ലോ പറഞ്ഞത്. എത്ര പിള്ളേരെയാണ് കഴിഞ്ഞ വർഷം അങ്ങോട്ട് പഠിക്കാനായിട്ട് വിട്ടത്? ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആക്ച്വലി 100 സ്റ്റുഡൻസിന് ഇൻടേക്ക് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. ഓക്കെ, അതിൽ ആദ്യത്തെ വർഷമാണ്. ഈ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്പറിന്റെ പകുതിയോളം ആപ്ലിക്കേഷൻസ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷം അതിൽ 75ഓളം കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. ഓക്കെ, ആൻഡ് നമുക്ക് പ്രൊവൈസ് ചാൻസലറിന് വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നമ്മൾ കൊണ്ടുപോകുന്ന കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി എന്ന രീതിയിൽ ഇമ്പാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്പർ കൂട്ടുന്നതിലല്ല കാര്യം, ഉള്ള നമ്പറിനെ വളരെ നന്നായിട്ട് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇപ്രാവശ്യം നമുക്കൊരു 300 ഇൻടേക്കിലേക്ക് യൂണിവേഴ്സിറ്റി റേസ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. കാരണം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ റിവ്യൂ ആൻഡ് ഫീഡ്ബാക്സ് വളരെ നല്ലതാണ്, അവരുടെ പാരൻസിനെ അടക്കം. കാരണം അവർ തന്നെ അടുത്തുള്ള യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത്, കുട്ടികളാണ് പറയുന്നത്, സാർ നമ്മൾ ഇന്ന പോലെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ചില അടുത്ത നെയ്ബറിങ് ഉസ്ബെക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ പറയുമ്പോൾ ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്, ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് നല്ല സിലബി ഉണ്ട്, ക്ലാസ്സസ് നടക്കുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ഫുഡ് നന്നായിട്ട് അത് വളരെ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു അല്ല നമുക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയ കുട്ടികളാണ് അല്ലേ, ഇപ്പൊ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യില്ല എങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ ഫുഡ് അല്ലേ. ഇപ്പൊ ഈ 12th കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിന് ഫുഡിന്റെ വാല്യൂ എന്താ അല്ലെങ്കിൽ ഫുഡ് കിട്ടാത്തൊരു അവസരം ഇതിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ കുട്ടികൾ ആദ്യം അവിടെ കുട്ടികൾ ചെന്നിറങ്ങിയ സമയത്ത് ഞങ്ങൾ പറയുന്നത്, സാർ ഇതെന്താ ചോറ് രസമല്ല സാർ, അല്ല ഇതെന്താ സാർ ഈ അരി കൊള്ളില്ല സാർ, ഇത് അല്ല സാർ ഇതെന്താ എപ്പോഴും ദാൽ കറി തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വെജിറ്റബിൾ ആണ് ശരിക്കും കിർഗിസ്ഥാനിൽ കിട്ടാൻ ഭയങ്കര പാട്. മീറ്റും നോൺ വെജൊക്കെ എവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ദാലും അതേപോലെ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ എങ്ങനെ ക്യാബേജ് വറുത്താട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് തരം ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. കാരണം കുട്ടികൾക്ക് കുറച്ചും കൂടി ന്യൂട്രിയൻസും പ്രോട്ടീൻസ് ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള കിട്ടണമല്ലോ. അപ്പോൾ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷണൽ ഡയറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചോദിക്കരുത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ കുറച്ച് മെച്യൂർഡായി. അപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ അടുത്ത കൺട്രീസിൽ അവർ പോയ ആൾക്കാർ സംസാരിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമോ, നിങ്ങളുടെ സ്വർഗത്തിലാണ് മക്കളെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് അവർക്ക് വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ അവർ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്കൊരു ഇപ്പം നമ്മളൊരു ഫിക്സ്ഡ് മെനു എന്നുള്ള രീതിയിലേക്കല്ല, കുട്ടികളുടെ നമ്മളൊരു വീക്ക്ലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി ഒരു ഇവാലുവേഷൻ നടത്തും കുട്ടികളും അവിടുത്തെ വാർഡനും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ കണ്ടിന്യൂസ് ഇവോൾവിങ് ആണ് മെനൂസ്. അപ്പോൾ കുട്ടികൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഒരു കാര്യം കൂടെ അറിയണം, ഇപ്പോൾ പോകാൻ നേരത്തെ വളരെ പോസിറ്റീവാണ്. നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, നമ്മൾ എപ്പോഴും അതിൻ്റെ റിട്ടേൺസ് കാണുന്നു, പിള്ളേരെ കൊണ്ടുപോകുന്നു, ഒരു സർവീസും കൂടിയാണ്, പഠിക്കുകയാണ്, പിള്ളേർക്കൊരു MBBS എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സേവനമാണ്. അത് ശരി, ബിസിനസ് സൈഡിലൂടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ യാത്ര എന്നെ പോയി എടുത്ത സമയത്ത് നിങ്ങളുടെ പേടി എന്തായിരുന്നു? ഏറ്റവും വലിയ പേടി എന്തായിരുന്നു? എന്നെപ്പോയി ആക്ച്വലി 25 years ആയിട്ട് മെഡിക്കൽ കോളേജ് തന്നെ റൺ ചെയ്യുന്നുണ്ട് മംഗലാപുരത്ത്. ഓക്കെ, എന്നെപ്പോയി ഗ്രൂപ്പ് 1992 തൊട്ടുണ്ട് ഡെന്റൽ കോളേജിലാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ 10-30 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പേരുണ്ട്, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു റെപ്യൂട്ടേഷന് ബാധിക്കുന്ന രീതിയിൽ കുട്ടികളുടെ ഭാഗത്തുള്ള നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കോ ഇങ്ങനെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ നന്നായിട്ട് രീതിക്കുന്ന ഒരു തിങ് ആണ്. അപ്പൊ മാം ചോദിച്ച പോലെ ഈ ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പേടിക്ക് എന്തൊക്കെയാണ് നമ്മൾ അത് വരാതിരിക്കാൻ
പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പ്ലാൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ അതിന് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് ടീം അവിടെ ഉണ്ട്. ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്ത് ടീമുണ്ട്. ഇപ്പോൾ ഫാക്കൽറ്റി മാത്രമല്ല, നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ് ഉണ്ട്, ടെക്നിക്കൽ ടീംസ് ഉണ്ട്. അതേപോലെ ഹോസ്റ്റൽ 24/7 വാർഡൻ അവൈലബിൾ ആണ്. ആൻഡ് ഇൻ ഹൗസ് ഹോസ്റ്റലിനകത്ത് എന്നെ പോയൊക്കെ പിന്നെ ഓഫീസുണ്ട്. പിന്നെ അതേപോലെ കോളേജിനകത്ത് തന്നെ പോയൊക്കെ ഓഫീസുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ കോളേജിൻ്റെ ഓഫീസിൽ തന്നെ നിങ്ങൾ പോവാം. അതേപോലെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും 24/7 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്റ്റൽ അപ്രോച്ചബിൾ ആണ്. അതേപോലെ ഫാക്കൽറ്റീസും അവർ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഔട്ട് ഓഫ് ലൈക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പോയി ചോദിക്കാം, ചെല്ലാം. അപ്പോൾ അപ്രോച്ചബിൾ ആണ്. അപ്പോൾ ഇവർ ശരിക്കും ഒരു ആ ഹോംലി ഫീൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പുറത്ത് ഞങ്ങൾ ആദ്യം പോയല്ലോ, ഞങ്ങൾ ഒരു എല്ലാ രാജ്യത്തേക്കും വിട്ടില്ല. അപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള ആ പ്രോബ്ലംസ് ശരിക്കും ഞങ്ങളുടെ ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് സന്തോഷപൂർവ്വം പറയാനുള്ളൊരു ഒരു തിങ്. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, നത്തിങ് ഈസ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. എല്ലാത്തിലും ഇല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞിരുന്നല്ലോ, ചോറാണോ സാർ, ദാലാണോ സാർ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ അവർക്കത് മനസ്സിലായി. കമ്പാരിസൺ വരുമ്പോഴാണ് എന്റെ കഷ്ടപ്പാട് എന്താണ് എന്നുള്ളത് മറ്റുള്ള കഷ്ടപ്പാട് അത് കഷ്ടപ്പാടില്ലാത്തതിനുണ്ട്. പിന്നെ മെഡിസിൻ, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിനോട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് കുട്ടികൾ ആദ്യം വന്നപ്പോൾ സർ അക്കാഡമിക്സ് ഭയങ്കര ടഫാണ് സർ, ക്ലാസ്സസ് കുറച്ചുകൊണ്ട് ഫാസ്റ്റ്ലി പോകുന്നു, പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ വീണ്ടും നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലേഴ്സിനെ വിളിച്ചു അവരെ ഓരോ കുട്ടികളെയും വിളിച്ചു, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, എന്താണ് വീണ്ടും അവർ കമ്പയർ ചെയ്യുന്നത് 12th ആയിട്ടാണ്. 12th എല്ലാ മെഡിസിൻ. അപ്പോൾ ടോപ്പിക്സ് എന്താണ് നിങ്ങൾക്ക് 12th ഉണ്ടായിട്ടുള്ള ഒരു ബുക്കാണ് ചിലപ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പിക്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ അപ്പോൾ നമ്മൾ അവർക്ക് പറയാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. സർ ക്ലാസ്സസ് മനസ്സിലാവുന്നില്ലെങ്കിൽ കം ലെറ്റ്സ് ടോക്ക്, എന്താണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് എന്തും പറയാം എന്നുള്ള അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ഇന്റർനാഷണൽ ജേർണി സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം 300 പിള്ളേരെങ്കിലും നമ്മൾ MBBS. അതെ അതെ, അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. കാരണം ഓൾറെഡി നമുക്ക് ആ കഴിഞ്ഞ വർഷം പോയ കുട്ടികളിൽ അതിൻ്റെ ഒരു അഡ്മിഷൻസ് ആപ്ലിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ആക്ച്വലി ഹാഷറിന്റെ മുഖത്ത് അതിന്റെ സന്തോഷം കാണാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ കള്ളം പറയുമ്പോൾ അഭിനയിക്കണം, സന്തോഷം വരുമ്പോൾ അത് അതെ 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 അതെ. മാം ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് അവിടെയുള്ള ഓരോ കുട്ടികളുടെ ഫേസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഓരോരുത്തർ ഇപ്പം എന്നോട് പറഞ്ഞ കുട്ടിയാണെങ്കിലും അവരുടെ പാരൻസ് ആണെങ്കിലും ഒക്കെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.